ഉലൂഹിയത്ത് ഉദ്ദേശിക്കുന്നവൻ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉലൂഹിയത്ത് അറുക്കേണ്ടതുണ്ടോ? ഉലൂഹിയത്ത് ഒരാൾ അറുക്കാൻ ഉദ്ദേശിച്ചു, എന്നാൽ അദ്ദേഹം ഉള്ള സ്ഥലത്ത് തന്നെ അറക്കണോ അല്ല വേറെ സ്ഥലത്ത് അറക്കാൻ പറ്റുമോ? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഉലൂഹിയത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ അറക്കണമെന്നില്ല. അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തും ഉലൂഹിയത്ത് കർമ്മം നടത്താവുന്നതാണ്. ഉദാഹരണത്തിന് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിൽ ഉലൂഹിയത്ത് അറക്കാം, ഉലൂഹിയത്തിൽ അവർക്ക് പങ്കുചേരാം. അതുപോലെ നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് വളരെ ദരിദ്രരായ ആളുകളുള്ള ആസാമിലും ബംഗാളിലും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ യുപിയിലെ ചേരി പ്രദേശങ്ങളിൽ ഇവിടൊക്കെ ഉലൂഹിയത്ത് കർമ്മം നടത്താൻ സാധിക്കും. അപ്പം ഉലൂഹിയത്ത് അറുക്കുന്ന ആളുള്ള സ്ഥലത്ത് തന്നെ അറുത്തുകൊള്ളണമെന്നില്ല, വേറെ സ്ഥലത്തും അദ്ദേഹത്തിന് ഉലൂഹിയത്ത് അറക്കാവുന്നതാണ്. നാട്ടിലില്ലാത്ത ഒരാള് മറ്റൊരു നാട്ടിൽ ഉലൂഹിയത്തിൽ പങ്കാളിയാവലെങ്ങനെ? മറ്റൊരു നാട്ടിൽ എങ്ങനെ ഉലൂഹിയത്തിൽ പങ്കാളിയാവും? അത് വളരെ എളുപ്പമാണല്ലോ. വിദേശത്തുള്ള ഒരാള് നാട്ടിൽ അദ്ദേഹത്തിന്റെ മകളെ കെട്ടിക്കുന്നില്ലേ? എങ്ങനെയാണ്? അതിന് പറ്റുന്ന ഒരാളെ അദ്ദേഹം വക്കാലത്താക്കുന്നു. ഇതുപോലെ ഞാൻ സൗദിയിലാണ് എന്ന് സങ്കല്പിക്കുക. ഞാൻ നാട്ടിൽ ഉലൂഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉലൂഹിയത്തിൽ എനിക്ക് പങ്കാളിയാകാം. എനിക്ക് അതിന് നാട്ടിൽ ഒരാളെ വക്കാലത്താക്കണം. ഞാൻ അവിടെ നടക്കുന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ കമ്മിറ്റിക്ക് കാശ് അടച്ചു കൊടുത്തത് കൊണ്ടായില്ല. അല്ലെങ്കിൽ സംഘടനയുടെ കീഴിൽ നടത്തുന്ന ഉലൂഹിയത്താണ്, സംഘടിതമായാണെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കാശ് അയച്ചു കൊടുത്തു എന്നതുകൊണ്ട് ഉലൂഹിയത്താവൂല. നേരെ മറിച്ച് ഞാൻ അവിടെ ഒരു വ്യക്തിയെ വക്കാലത്താക്കണം. വക്കാലത്താക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, പ്രായപൂർത്തിയും ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ആരെയും വക്കാലത്താക്കാം എങ്കിലും ഉലൂഹിയത്ത് കർമ്മത്തിന്റെ മസ്അലകൾ അറിയുന്ന ഒരു അറിവുള്ള ആളെയാണ് വക്കാലത്താക്കാൻ ഏറ്റവും നല്ലത്. അതേത് വിഷയം വക്കാലത്താക്കുമ്പോഴും ആ വിഷയം സംബന്ധമായി അറിവുള്ള ഒരാളെയാണ് വക്കാലത്താക്കാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് അത്തരം ഈ വിഷയത്തിൽ ധാരണയുള്ള ഫിഖ്ഹിന്റെ നിയമങ്ങൾ അറിയുന്ന ഒരാളെ എവിടെയാണോ അദ്ദേഹം അറവ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ വക്കാലത്താക്കുക. വക്കാലത്താക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരാളെ വക്കാലത്താക്കുക.